കണ്ണൂർ രാഷ്ട്രീയത്തിൽ CPM-ന്റെ കണ്ണൂർ രാഷ്ട്രീയം ആകപ്പാടെ തിളച്ചു മറിയാണല്ലോ. എന്തായാലും ഇത് വളരെ ഇനി സത്യം പറഞ്ഞാൽ സുധാകരൻ പാർട്ടി വിട്ടുപോയതിനേക്കാൾ വലിയ സംഭവമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. കാരണം സുധാകരൻ പോകുമെന്നുള്ള എല്ലാവരൊക്കെ അറിയാമോ, അതുവരെ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം പാർട്ടിയായിട്ട് ഇടഞ്ഞിരിക്കുന്നത്. പക്ഷേ TK ഗോവിന്ദനെ പോലുള്ള കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കണ്ണൂർ ഒരാൾ ജില്ലാ സെക്രട്ടറി പറയുകയാണെങ്കിൽ തന്നെ അയാൾ എത്ര പ്രധാനപ്പെട്ട നേതാവായിരിക്കണം. കേരളത്തിൽ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന പാർട്ടി ഘടകം കണ്ണൂർ തന്നെയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെല്ലാം പ്രസക്തമാണ്. അതിനകത്ത് PK ശ്യാമള എന്ന് പറയുന്ന MV ഗോവിന്ദൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആ ഗോവിന്ദൻ കളിച്ച കളികൾ കൃത്യമായിട്ട് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു. അതായത് മണ്ഡലം കമ്മിറ്റികളും ജില്ലാ സെക്രട്ടേറിയറ്റും അടക്കം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിരുന്നു. അപ്പോൾ MV ഗോവിന്ദൻ്റെ 3 ടേം എന്നുള്ള ആ ടേം പരിധി കഴിഞ്ഞ സ്ഥിതിക്ക് പുള്ളി ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, PK ശ്യാമള പാർട്ടിയുടെ ആളാണ്, ഓക്കെ, പക്ഷേ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നുള്ളവരല്ലേ ആണല്ലോ, ഭാര്യയും ഭർത്താവും ആണല്ലോ. അത് ഇവർ കോൺഗ്രസ്സുകാരെ കളിയാക്കുമായിരുന്നല്ലേ, കോൺഗ്രസ്സിൽ ഭാര്യ ഭർത്താവും മക്കളും ഒക്കെയാണ് ഭരിക്കണമെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നല്ലേ. CPM-ൽ ഇങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ. ഇങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഇപ്പം ഇങ്ങനെ ഒരു കീഴ്വഴക്കം ശരിക്കും കൊണ്ടുവരുന്നത് അമ്മായിയപ്പനും മരുമോനും മന്ത്രിമാരായിക്കൊണ്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. ആണെങ്കിൽ പോലും മുഹമ്മദ് റിയാസ് നേരത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു അയോഗ്യത ആയി കണക്കാക്കാൻ പറ്റും, അതും പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, MV ഗോവിന്ദൻ ഒരു തികഞ്ഞ സൂത്രശാലിയാണെന്നാണ് TK ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിലേക്ക് V ശിവദാസ്, ഇപ്പോഴത്തെ രാജ്യസഭാംഗം, അദ്ദേഹത്തിൻ്റെ പേര് ആദ്യമേ എടുത്തങ്ങ് ഇട്ടു. ആ പേരെടുത്തിട്ടതിന് ശേഷം വളരെ തന്ത്രപൂർവം അയാളെ മാറ്റി ഗോവിന്ദൻ വന്നു എന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. അതായത് പാർട്ടി സെക്രട്ടറി മത്സരിക്കുന്ന കീഴ്വഴക്കമില്ല എന്നുള്ള ഒരു വിഷയം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വളരെ തന്ത്രപൂർവ്വം PK ശ്യാമളയെ ഈ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന നീക്കത്തിന് പിന്നിൽ ചിലപ്പോൾ ഭരണം കിട്ടുകയും ഇവർ ജയിക്കുകയും ചെയ്താൽ ഇവരെ ചിലപ്പോൾ മന്ത്രിയാക്കേണ്ടി വരും. വനിതാ പ്രാതിനിധ്യം ഉണ്ടല്ലോ. നമ്മുടെ ശൈല ടീച്ചർ എന്തായാലും പേരാവൂർ പറഞ്ഞ സ്ഥിതിക്ക് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. വീണ ജോർജിന് ഇനി ഒരു ഇതൂടെ അവർ കൊടുക്കത്തുമില്ല. അപ്പോൾ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടാണ്. ശ്യാമളെ എന്തിനു കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തനിക്ക് അറിയാമെന്നും ഇപ്പോൾ അത് പറയുന്നില്ലെന്നുമാണ്. മാത്രമല്ല, ആന്തൂർ സാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് ഏറ്റവും അധികം പ്രതിക്കൂട്ടി നിന്ന ആൾ PK ശ്യാമള തന്നെ ആയിരുന്നല്ലോ. അതെ, അത് വ്യക്തമായിരുന്നു. അവരാണ് ആത്മഹത്യാ പ്രേരണ ചെലുത്തിയത്. അതുപോലെ ഇപ്പം ഇതിനിടയ്ക്ക് പൊങ്ങി വന്നു നമ്മുടെ നവീൻ ബാബുവിൻ്റെ കേസിൽ കോടതി 4 കാര്യങ്ങൾ അങ്ങനെയാണ് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഏതൊരു കേസിന് സമീപഭാവിയിലുണ്ടാകുന്ന ഏതൊരു കേസ് വന്നാലും വേണ്ട ഒരു പരാതി വന്നാൽ പോലും ഇതിൽ പ്രതിസ്ഥാനം നയിക്കുന്നവരെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നവന്മാരാണ് പോലീസ്. എന്നാൽ PP ദിവ്യയുടെ മൊബൈൽ ഫോൺ അവർക്ക് വേണ്ടായിരുന്നു. ഈ ഒക്ടോബർ 15 അദ്ദേഹം മരിക്കുന്നത്. ഈ ഒക്ടോബർ 15 മരിക്കുന്നു. 2024 ഒക്ടോബർ 15 മരിക്കുന്നു. ഈ 15 മരിച്ചിട്ട് നവംബർ 29 ഇവരുടെ ഫോൺ കസ്റ്റഡി. അത് ഒഫീഷ്യൽ ഫോൺ മാത്രം. അതെ, പേഴ്സണൽ ഫോൺ തൊട്ടിട്ടില്ല. അവർ 4 നമ്പരുണ്ട്, അത് എടുത്തിട്ടില്ല. പിന്നെ പ്രശാന്തൻ പറഞ്ഞ മൊഴികളൊന്നും അന്വേഷിച്ചിട്ടില്ല. ഇയാൾ വിജിലൻസിൽ പരാതി കൊടുത്തു എന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ലെന്ന് വിജിലൻസ് പറഞ്ഞു. നേരിൽ കണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നേരിൽ കണ്ട് പറഞ്ഞ ഉദ്യോഗസ്ഥരാരാണെന്നുള്ള ചോദ്യം വന്നു. ആ ഉദ്യോഗസ്ഥരെ മൊഴി എന്താ എടുക്കാത്തതെന്നുള്ള ചോദ്യം വന്നു. അതുപോലെ ഇയാൾ പണയം വെച്ചിട്ടാണ് 98,500 രൂപയാണ് അദ്ദേഹത്തിന് ഈ നവീൻ ബാബുവിന് പൈസ കൊടുത്തതെന്ന് പറയുന്നു. അതിനു വേണ്ടി ഇയാൾ 2 കോപ്പറേറ്റീവ് ബാങ്ക് പണയം വെച്ചെന്നും പറയുന്നു. ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. ഇതൊന്നും പരിശോധിക്കാതെ എങ്ങനെ ദിവ്യയ്ക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഇവർക്ക് ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? അല്ല, അതുപോലെ തന്നെയാണ് PK ശ്യാമളയുടെ കാര്യവും. രണ്ടുപേരും ആത്മഹത്യാ പ്രേരണ തന്നെയാണ്. സാജൻ്റെ സ്ഥാപനം തുടങ്ങാൻ താൻ മുനിസിപ്പൽ ചെയർപേഴ്സണായിടത്തോളം കാലം അനുവദിക്കില്ല എന്നവർ പറഞ്ഞു എന്നാണ് ഇപ്പം ഇന്നലെ TK ഗോവിന്ദൻ പറയുന്നത്. അതുപോലെ MV ഗോവിന്ദൻ്റെ മകനെ ചുറ്റിപ്പറ്റി നിരവധി ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. നിരവധി ആരോപണങ്ങൾ നിലവിലുണ്ട്. MV ഗോവിന്ദൻ്റെ മകൻ്റെ ബിനാമി പരിപാടികളുണ്ടെന്നും പറഞ്ഞും ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആന്തൂർ സാജനും ഇദ്ദേഹവും നവീൻ ബാബുവും ഈ ഇലക്ഷൻ എടുത്തപ്പം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു. അതിനിടയിലാണ് TK ഗോവിന്ദൻ സധൈര്യം മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിലൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് തളിപ്പറമ്പിൽ മത്സരിക്കാൻ UDF അല്ലെ കോൺഗ്രസ് പിന്തുണ വാഗ്ദാനം ചെയ്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്താൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം.
മിക്ക സൈബർ ഹാൻഡിലുകളിലും ഇടത് ചിന്താഗതിക്കാർ ഈ TK ഗോവിന്ദൻ്റെ ഈ ഒരു പരാമർശത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം പാർട്ടി പ്രവർത്തകയാണ്, അല്ലെ പാർട്ടിയിൽ പിന്നെ സീനിയറാണ് PK ശ്യാമള, അവർ MV ഗോവിന്ദൻ്റെ ഭാര്യയായി എന്നതുകൊണ്ട് മാത്രം അയോഗ്യത വരുന്ന, പക്ഷേ CPM-ന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ പാടില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു കീഴ്വഴക്കം CPM-ൽ ഉണ്ടാകാൻ പാടില്ല. അവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണെങ്കിലും ഒറ്റ വീട്ടിൽ ഭാര്യാഭർത്താക്കൾ. കഴിഞ്ഞ ആർ ബിന്ദുവിനെ വിജയരാഘവൻ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. സ്ഥാനാർത്ഥിയാക്കിയത്, മന്ത്രിയാക്കിയത്. അപ്പൊ ഇങ്ങനെ ഇതൊരു പുതിയ പതിവാണ്, പുതിയ രീതിയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു പിണറായിയുടെ ഒരു വിട്ടുവീഴ്ചയാന്ന് തോന്നുന്നു ഇതൊക്കെ. കാരണം തനിക്കൊപ്പം നിൽക്കുന്നവരെ സഹായിക്കുക, തോന്നിയ ദിവസം കാണിച്ചാലും അവർ അംഗീകരിക്കാം. ഇപ്പൊ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നു, ആ സ്ഥാനത്ത് MV ഗോവിന്ദനെ തുടരണമെങ്കിൽ പിണറായിയുടെ അനുഗ്രഹാശീസുകൾ വേണം. പിണറായിക്ക് അതൃപ്തനായാൽ അയാൾ പുറത്തു പോകേണ്ടി വരും. അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ പിണറായിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നതിന് ചില ഫേവറുകൾ പിണറായി തിരിച്ചും ചെയ്തു. അതിലൊന്നാണ് ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെയാണ്. ഈ CPM ഹാൻഡിലുകൾ ഇന്നലെയൊക്കെ വേറെ രസകരമായ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അവർ ന്യായീകരണമാണ്. അവർ പറയുന്നു AKG പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന സമയത്ത് അതിൻ്റെ സുശീല ഗോപാലൻ MP ആയിരുന്നിട്ടുണ്ടല്ലോ, മത്സരിച്ച് രണ്ടുപേരും ലോക്സഭാ അംഗങ്ങളായിരുന്നു, പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കീഴ്വഴക്കമല്ല, ഇത് പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ വിശദീകരിക്കുമ്പോൾ കൂടുതൽ ഇത് അറിയാൻ പാടില്ലാത്ത ആളുടെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതിയ അറിവായിരിക്കും. അല്ല, ഇത് ചിലർക്ക് മാത്രമേ ഈ വിട്ടുവീഴ്ച വരുന്നത്. അങ്ങനെയാണല്ലോ. എങ്ങനെയാണ് ഇപ്പം ഒന്നാമത്തെ കാര്യം, ഈ TK ഗോവിന്ദൻ അവിടെ മത്സരിക്കുകയും കോൺഗ്രസ് പിന്തുണയ്ക്കുകയും അവിടെ ഒരുപാട് പാർട്ടി സഖാക്കൾക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. MV ഗോവിന്ദൻ്റെ ഈ ഒരു നിലപാടിൽ ഒരുപാട് പേർക്ക് അതൃപ്തിയുണ്ട്. ശ്യാമള തോറ്റുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ, അങ്ങനെ വന്നാൽ, അങ്ങനെ ശ്യാമള തോറ്റുപോയാൽ ഈ MV ഗോവിന്ദൻ അടക്കം ആന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. PK ശ്രീമയ്ക്ക് അഡീഷണൽ ചാർജ് ഉണ്ടെന്ന് ശ്രീമതി ടീച്ചറിന്, അതുപോലെ MV ജയരാജന, EP ജയരാജൻ, ആർക്കൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തളിപ്പറമ്പ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ TK ഗോവിന്ദനായിരുന്നു തളിപ്പറമ്പിൻ്റെ മേൽനോട്ടം, ഇലക്ഷൻ മേൽനോട്ടം ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. അതേ ഇപ്പോൾ 9 വർഷമായിട്ടുള്ളൂ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട്. ഈ തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാറുന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ ആരും ഇല്ല എന്നുള്ളതാണ്. അതായത് ഗോവിന്ദന് ശേഷം പ്രളയം എന്നുള്ള രീതിയിലാണ് ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണനെ ഇപ്പോൾ ഇദ്ദേഹം ന്യായീകരിക്കുന്നതല്ല, ഇദ്ദേഹം ഇപ്പം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് പറയും. കുഞ്ഞികൃഷ്ണൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അത് പറഞ്ഞ ആളല്ലെന്ന് ഓർത്തോണം. ആരും വേണ്ടിയില്ല. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അസംതൃപ്തി ഉണ്ടെന്നുള്ള വിവരമാണ് ഇദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കുഞ്ഞികൃഷ്ണൻ കൊണ്ടുവന്ന മധുസൂദനന്റെ തട്ടിപ്പ് കേസിൽ, ഫണ്ട് കേസിൽ. അപ്പം കുഞ്ഞികൃഷ്ണൻ അവിടെ നിൽക്കുന്നു, UDF പിന്തുണ കൊടുക്കുന്നു. ഇദ്ദേഹം നിൽക്കുന്നു, UDF പിന്തുണ കൊടുക്കുന്നു. ഇനിയും ആരാണ്? ബേപ്പൂരിൽ അൻവർ നിൽക്കുന്നു, അതുപോലെ അമ്പലപ്പുഴയിൽ സുധാകരൻ നിൽക്കുന്നു. ഇവരെ എല്ലാം പിന്നെ UDF പിന്തുണയ്ക്കുകയാണ്. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും UDF സീറ്റുകളല്ല. പക്ഷേ ഇതൊരു നല്ല മൂവാണ്. ഈ 4 പേർക്ക് പിന്തുണ കൊടുക്കുന്നത് ഒരു നല്ല ഒരു മൂവ്മെൻറ്റ് തന്നെയാണ്. ഇനിയും വിമതരായിട്ട് വരാൻ സാധ്യത ആരും ഇല്ല എന്ന് തോന്നുന്നു. അതെ, ഇനി പ്രധാനപ്പെട്ടവരാരും അങ്ങനെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇത് മതിയല്ലോ. കണ്ണൂരിൽ തന്നെ എത്ര പേരുണ്ട്? അല്ല, അത് എല്ലാം പ്രധാനപ്പെട്ട ആളാണ്. കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുണ്ട്, കേരളത്തിൽ തന്നെ നേതാവാണ് G. സുധാകരൻ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനുണ്ട്, ഒരുപാട് പേരായില്ലേ ഇപ്പോൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ ചില കാര്യങ്ങളിൽ മാത്രം പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളെ മുറുകെ പിടിക്കുകയും ചില കാര്യങ്ങൾ വരുമ്പോൾ അത് അവർക്ക് അനുകൂലമായ രീതിയിൽ വളച്ചൊടിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ പാർട്ടി സഹാക്കൾ എന്തും വിഴുങ്ങിക്കോളും എന്നുള്ള ഒരു. അതെ, ഈ അണികളെ കുറിച്ച് ഇവർക്ക് പലർക്കും പുച്ഛമാണുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം നല്ല മണ്ടന്മാരാണ്, നമ്മൾ പറഞ്ഞാൽ അനുസരിച്ചോളും എന്ന് കരുതുന്ന ഒരു ചിന്താഗതി അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത്തവണ നോക്കിക്കൊള്ളുക, ഇത്തവണ അതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൃത്യമാണ്. കാരണം ഇന്നലെ TK ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് പേർക്ക് ഇതിനകത്ത് മാത്രം അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒരുപക്ഷെ കണ്ണൂരിലെ പാർട്ടി സഹാക്കൾക്ക് പലർക്കും അറിയാൻ പാടില്ലാത്തതായിരിക്കും. ജില്ലാ സെക്രട്ടറി പറയുന്നത് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ മാത്രമല്ല, ഇലക്ഷൻ അടുക്കും തോറും, പ്രചാരണം മുറുകും തോറും കൂടുതൽ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ, കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരിക്കാം. എല്ലാവരുടെ ഭാഗത്തു നിന്ന് വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും CPM എല്ലാ ധർമ്മസങ്കടത്തിലാകും, അവർ പെട്ടുപോകും എന്നുള്ളതും ഉറപ്പാണ്. ഇപ്പോൾ ഈ കോൺഗ്രസിലെ തമ്മിലടി കാരണമാണ് CPM-ന്റെ ഈ ചർച്ചകൾ ആരും അത് കൂടുതൽ കാര്യമായി ചർച്ച ചെയ്തത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 സീറ്റുകൾ ഏറ്റവും കേരളം ശ്രദ്ധിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്ന. ഈ 3 സീറ്റുകളിൽ അവിടെ CPM-ന് എന്ത് സംഭവിക്കും എന്നുള്ളത് പുറത്തു വരുമ്പോഴാവും പാർട്ടിക്കുള്ളിൽ ഒരു തിരുത്തൽ ഉണ്ടാവുക എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം.